It's been a great blessing to again be with my home assembly with all the saints here. എൻ്റെ ഹോം അസംബ്ലിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ട് എൻ്റെ സഹോദരന്മാരോടൊപ്പം ഞാൻ കഴിയുകയായിരുന്നു. But here we are now in 2022. എന്നാൽ ഇപ്പോൾ 2022 നമ്മൾ വന്നിരിക്കുകയാണ്. Where the Lord seems to have opened another door leading me away from Florida again. ഫ്ലോറിഡയിൽ നിന്ന് എന്നെ വേറെ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് മാറുന്നതിന് വേണ്ടിയുള്ളത്. And as you all know, I'll be getting married this coming Saturday. ഈ ശനിയാഴ്ച പ്രിസ്ലയുമായിട്ടുള്ള വിവാഹം നടക്കുകയാണ്. And my desire was that everyone would come and would attend, but I know that's not possible in these times. നിങ്ങളെല്ലാവരും കടന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നാലും അത് പൂർണ്ണമായിട്ട് സാധിക്കുകയില്ല എന്നെനിക്കറിയാം. But I'm very thankful to those who are coming, and we'll pray that it will be a blessing to all. വരുന്നവരോടെല്ലാവരോടും എനിക്കുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നതിനോടൊപ്പം അതിനുവേണ്ടി വിശേഷാൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. And whether you'll be there in person or not, I just ask that you would keep me and our family in prayer. നിങ്ങൾ അവിടെ പേഴ്സണലായിട്ട് വന്നാലും ഇല്ലെങ്കിലും ദയവായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ കുടുംബത്തിൽ ഓർക്കണമേ. There's a lot of preparations to be made and a lot of plans and things to be organized. വളരെയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. വളരെ പ്ലാനുകൾ ചെയ്ത് ഒത്തിരിയും ഓർഗനൈസ് ചെയ്യുവാനായിട്ടുണ്ട്. But we know that the Lord is in control of all of it. എന്നാൽ ദൈവം എല്ലാത്തിനും കൺട്രോൾ ഉള്ളവനാണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാം. And it's not just to remember this one day, but also the uniting of a new family and the building of a new family after. ഈ വിവാഹ ദിവസത്തെ മാത്രമല്ല നിങ്ങൾ ഓർക്കേണ്ടത്, ഞങ്ങൾ കൂടിച്ചേരുന്ന ആ ഒരു കുടുംബത്തെ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. And there will be new responsibilities, new duties on my part, and just pray that the Lord would encourage me and would show me the way to obey Him well in that aspect. എൻ്റെ പക്ഷത്തുള്ള ഉത്തരവാദിത്തങ്ങളും ചുമതലകളും എല്ലാം വേണ്ട രീതിയിൽ നിർവഹിക്കപ്പെടുവാൻ വേണ്ടുന്ന കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. So just ask as well that you remember our family here in Florida too. അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ, ഈ ഫ്ലോറിഡയിലുള്ള എൻ്റെ കുടുംബത്തെ നിങ്ങൾ ഓർക്കണം. Daddy and Mommy will be alone again for a little bit as well, it seems. മമ്മിയും ഡാഡിയും അവർ മാത്രം ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. So we just hope that the Lord will help them in their situation, both physically and spiritually. അവരുടെ സാഹചര്യത്തിൽ ദൈവം അവരെ സഹായിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. But He has kept us and our family so far, and we know He will continue in the future as well. ഇതുവരെ ഞങ്ങളെ നിലനിർത്തിയവനായിട്ടുള്ള ദൈവം തുടർന്ന് ഭാവിയിലും ഞങ്ങളെ നിലനിർത്തും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. And the Lord has been giving us so many blessings, we know, with our family, and giving us new additions with Olivia, and that's been a great blessing. കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് അനേക അനുഗ്രഹങ്ങൾ ദൈവം നൽകി തരുന്നു. ഈയിടെ ഒലിവിയായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേർക്കപ്പെട്ടു. And then with me getting married, there'll be an additional sister in the family too. എൻ്റെ വിവാഹത്തോടു കൂടി ഒരാളും കൂടെ കുടുംബത്തോട് ചേർക്കപ്പെടുകയാണ്. And then also there's going to be another grandchild as well. അതുകൂടാതെ ഞങ്ങൾക്ക് ഒരു ഗ്രാൻഡ് ചൈൽഡും ഉണ്ടാകുവാനായിട്ട്. Not me. Yeah. That everybody knows that. No, but actually Sam and Brittany will be expecting a new little one. Yeah, സാമും ബ്രിട്നിക്കും ഒരു കുഞ്ഞു കൂടി ഉണ്ടാകുവാൻ പോവുകയാണ്. So that will be, I believe, in November she'll be delivering. നവംബറാണ് അവളുടെ മാസം. So again, just another matter of praise, and we're again just very thankful that the Lord is blessing. അതും സ്തോത്രത്തിനുള്ള ഒരു കാരണമാണ്. ദൈവം അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. So again, just ask that you would keep that in your prayers too. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കുക. And so for our meditation in the Word today, I would like to look into 1 Corinthians chapter 16. ഇന്നത്തെ ചിന്തയോടുള്ള വെളിച്ചത്തിൽ 1 കൊരിന്ത്യർ 16 അധ്യായത്തിലേക്ക് നോക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. 1 Corinthians 16 is the last chapter of the book of 1 Corinthians. 1 കൊരിന്ത്യർ 16 അധ്യായം നാം അറിയുന്നത് പോലെ 1 കൊരിന്ത്യ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായമാണ്. And the good thing about studying the last chapter is you find a lot of concluding thoughts which tie everything
that was previously said altogether. അവസാനത്തെ അധ്യായം പഠിക്കുന്നത് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമായിട്ടാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. And so the book of 1 Corinthians is, as we all may know, a very interesting book. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ കൊരിന്ത്യ ലേഖനം ഒന്നാമത്തെ കൊരിന്ത്യ ലേഖനം ഒന്നാമത്തെ ബുക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. It's a letter that the Apostle Paul wrote to the assembly there in Corinth. കൊരിന്തിലുള്ള അസംബ്ലിക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണിത്. And the situation there was quite was a lot of issues and problems. ആ സഭയിൽ അനേകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള ബന്ധത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. In this book, Paul is continually rebuking them and pointing out these different things that they're doing wrong and correcting them. പല കാര്യങ്ങളെ അവരെ ശാസിക്കുകയും അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ കറക്റ്റ് ചെയ്യുവാനായിട്ടാണ് അവിടെ എഴുതുകയും ചെയ്യുന്ന ലേഖനമാണിത്. And it was a place where they were facing a lot of different sins and divisions and disputes. പലവിധമായിട്ടുള്ള പാപങ്ങളും അതുപോലെ തന്നെ പലവിധമായിട്ടുള്ള ചേരിതിരിവുകളും അവരുടെ ഇടയിൽ ഉണ്ടായി. But here in this last chapter, chapter 16, Paul gives these final exhortations. എന്നാൽ 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചില എക്സോർട്ടേഷൻസ് കൊടുക്കുകയാണ്. And this word is a tying up of his main point, his main theme. These final words are regarding his main theme, his main focus. അപ്പോസ്തലനായ പൗലോസ് പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്ന ചില പോയിന്റുകളാണ് ഈ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. And he gives some examples of men who are actually doing well there in Corinth. അവിടെ കോരിന്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയാണ്. So we see especially one household that I would like to focus on, and that is the household of Stephanas. അവിടെ സ്തെഫനാസിന്റെ കുടുംബത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. And so we see this person Stephanas, we see Paul exhorts his household there in chapter 16 verse 15 onwards. 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ സ്തെഫനാസിന്റെ കുടുംബത്തിനെ അപ്പോസ്തലനായ പൗലോസ് ഉയർത്തി പറയുന്നുണ്ട്. And so here Paul is taking almost 15 chapters pointing out all of these errors, all of these sins, all of these bad things. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏതാണ്ട് 15 അധ്യായങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചതിന് ശേഷം But then we get to 16 and he's concluding and he's pointing out a good believer, a good brother there. 16-ാം അധ്യായത്തിലേക്ക് താൻ കടന്നു വന്ന ഒരു നല്ല സഹോദരനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. And so I think that is significant. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. Because if you find that there's a whole book and it's focused on all of these bad things, the one good thing, it's probably something we should take a close examination. അനേകമായിട്ടുള്ള അഴുക്ക് കാര്യങ്ങളെക്കുറിച്ച് ചീത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു നല്ല കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. And so the book of Corinthians points out all of these sins, but the solution that Paul gives to all of these issues is one word. അപ്പോൾ അനേകമായിട്ടുള്ള പാവങ്ങളെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് എങ്കിലും അപ്പോസ്തലനായ പൗലോസ് ഇതിനെല്ലാം പരിഹാരമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഒന്നാണ്. That one word that solves their issues is love. ആ വാക്ക് ഇതാണ്, സ്നേഹം എന്നുള്ളത്. See, a lot of the divisions and sins that were happening in the church of Corinth was happening because there was no love. അവിടെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചേരിതിരിവുകളും ഈ കൊരിന്ത് സഭയിൽ ഉണ്ടായത്. Paul pointed out they had sins of sectarianism or carnality, division. അവിടെ ചേരിതിരിവുകൾ ഉണ്ടതായിട്ട് അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. They had legal disputes. They were suing one another. അവര് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിലുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്ത് വാദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. They were even having the sinful, selfish behavior at the Lord's Supper itself. അതുപോലെ കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിൽ അവർ സ്വാർത്ഥരായിട്ട് പെരുമാറുന്നതായിട്ടും താൻ പറയുന്നുണ്ട്. They would come to the Lord's Supper and the rich folk would have all the food and wine and they would fill themselves, but
there would be others who were poor and they had nothing. They wouldn't eat or drink anything. അവിടെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള ഒരു ചേരിത്തിരിവ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. Their church services was a place of disorder, a lot of chaos happening with people acting disorderly. അവരുടെ സഭയിലെ ശുശ്രൂഷയും വേണ്ട വിധത്തിൽ അല്ലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. And so what is the reason for all of these bad things that Paul points out? ഇങ്ങനെയുള്ള കാര്യത്തിന്റെ എല്ലാം കാരണം എന്താണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. Yes, it's sin. അത് മറ്റൊന്നുമല്ല, പാപമാണ്. But also it's selfishness. അത് സ്വാർത്ഥതയാണ്. And the opposite of selfishness is love. സ്വാർത്ഥതയുടെ വിപരീതം അല്ലെങ്കിൽ അതിന്റെ എതിര് സ്നേഹം എന്നുള്ളതാണ്. And regarding love, Paul gives a very well-known description of it in 1 Corinthians 13. 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വിവരണം അപ്പോസ്തലനായ പൗലോസ് തന്നെ നൽകുന്നുണ്ട്. Now this won't be my main point of discussion here, but this is an important note to understand regarding the book of Corinthians. കൊരിന്ത്യ ലേഖനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത് നമുക്ക് സഹായകമാവും. This is chapter 13 is sort of the peak of the book where Paul goes through all of these sins that they're going through, but he says that the greatest gift that you can have, the greatest thing that a believer can do in the church is have love. അപ്പോസ്തലനായ പൗലോസ് ഈ സഭയിലെ തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചേരിതിരിവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം താൻ പറയുകയാണ്, സ്നേഹത്തെ വിവരിച്ചുകൊണ്ട്, ഈ സ്നേഹം ഇതാണ് ഒരു വിശ്വാസിക്ക് തീർച്ചയായിട്ടും നേടുവാനായിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയുന്നത് എന്ന്. Chapter 13 verse 13 we see, but now faith, hope, love abide, these three, but the greatest of these is love. കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹമത്രയെന്ന്. So love is the greatest act or the greatest display of God's character that one can show. ദൈവത്തിന്റെ സ്വഭാവത്തിൽ ദൈവം പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ആട്രിബ്യൂട്ട് അത് സ്നേഹമാണ് എന്നുള്ളതാണ്. So love means it has to be the opposite of all of these sins, the opposite of all of the selfishness. ഇങ്ങനെയുള്ള പാവങ്ങളുടെയും ഇങ്ങനെയുള്ള സ്വാർത്ഥതയുടെയും എല്ലാം എതിരായിട്ടുള്ളത് അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ളതാണ് സ്നേഹം. And when we go to chapter 16, 1 Corinthians 16, 16-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, looking at starting at verse 13 and 14, we see, be on the alert, stand firm in the faith, act like men, be strong, let all that you do be done in love. 13-ും 14-ും വാക്യങ്ങൾ താൻ ഇങ്ങനെ എഴുതുകയാണ്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. It sounds so simple. That's the simple solution that Paul gives. Just have love. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നാം. ഈ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. It sounds simple, but in practice it's not so simple. അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ ചെവിയിൽ മുഴങ്ങും എങ്കിലും അത് പ്രായോഗിക പദത്തിൽ കൊണ്ടുവരുവാനായിട്ട് വളരെ പ്രയാസമുള്ള കാര്യമാണ്. Because it's not easy to be selfless. ഒരാൾ സ്വാർത്ഥരല്ലാതെ ഇരിക്കുക എന്നുള്ളത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. If love means to be totally selfless, if we're honest with ourselves, we're always looking out for our own comfort, our own well-being. സ്നേഹം എന്ന് പറയുന്നത് സ്വാർത്ഥത ഇല്ലാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കെല്ലാം അറിയാം, നാം എല്ലാവരും നമ്മുടെ സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. Our human nature wants us to consider ourselves first before we consider anyone else. അതാണ് മനുഷ്യന്റെ പ്രകൃതി. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കാര്യം നടക്കണം എന്നുള്ളതാണ്. And however, we see of this household, the households of Stephanas, that he is one who is acting rightly. He is one that is an example to the believers there. ഈ സ്തെഫാനോസിന്റെ കുടുംബത്തെക്കുറിച്ച് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ സ്തെഫാനോസ് ആണ് അവിടെ തെറ്റൊന്നും കൂടാതെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. So this has been a thought in my mind that as I get married and as I start my own family, what is the identity that I would like to have my new family start out with? ഇത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ചിന്തിക്കാനിടയായി. ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്, പുതിയൊരു കുടുംബം ആരംഭിക്കുവാൻ പോവുകയാണ്, അതെങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത എന്നിൽ കടന്നു വരികയും അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുവാൻ പഠിക്കുവാനും it's a good testimony, a good example that Stephanas is the one
believer who's called out here as a good example there in Corinth. കൊരിന്തിലെ ഏറ്റവും നല്ല മാതൃകയായിട്ട് ഈ സ്തെഫനോസിനെ കുടുംബത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാട്ടുന്നത്. So my first question is, what is your household known for? എൻ്റെ ആദ്യത്തെ ചോദ്യം, എന്താണ് നമ്മുടെ കുടുംബം അറിയപ്പെടുന്നത്? അതിൽ എന്തിനാണ് എൻ്റെ കുടുംബം അറിയപ്പെടുന്നത് എന്ന് ഓരോരുത്തരും നോക്കുക. You know, in India, I think it's, or at least in Kerala, I know it's very common practice that there's house names. കേരളത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വീടിനും ഒരു വീട്ടുപേരുണ്ട്. And every house has a family, a unit. എല്ലാ വീടിനും ഒരു കൂടി വരുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, കുടുംബ യോഗമുണ്ട്. And in those communities, everyone knows, oh, that person is from so-and-so house. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പറ്റി ഈ ആൾ ഇന്ന കുടുംബത്തിലെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. It doesn't matter, you know, if that person even leaves the area, that identity kind of follows him wherever he goes. അവൻ എവിടെ പോയാലും അവന്റെ ആ ഐഡന്റിറ്റി അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. And so what does that look like even in our own day today? നമ്മുടെ ഈ ദിവസങ്ങളിലും അതെങ്ങനെയാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്? Well, in a way, every house has its own look, its own feel, its own identity. എല്ലാ കുടുംബത്തെ സംബന്ധിച്ച് പറയണേ, ആ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഒരു നോട്ടവും എല്ലാം ഉണ്ട്. And that's true not just spiritually. I'm talking about even on a physical sense. Isn't that true? ആത്മീയമായിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഭൗമികമായിട്ടുള്ള രീതിയിൽ കൂടിയാണ് ഒരു കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. Have you ever noticed that when you go to a certain friend's house or a certain a close person's house, you know immediately, maybe you smell something and you know, I know where I am. ഒരു വീട്ടിലേക്ക് വേറൊരു നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെയോ ആരുടെയോ ഒരു വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് അവിടെ അനുഭവപ്പെടാറുണ്ട്. Not saying they smell bad or it's an odor, but I think every house has an identity. You go there and even if your eyes are closed, you're like, I know where I am. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വീടിൻ്റെതായിട്ടുള്ള ഒരു പരിമളം ആ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. You leave that friend's house and you smell your clothes and you're like, yeah, I remember where I was even. ആ വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്ന കഴിഞ്ഞ് നമ്മുടെ തുണി പോലും കൂടെ നമ്മളൊന്ന് മണം നോക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരും, ഞാൻ ഏത് കുടുംബത്തിലായിരുന്നു, ഏത് വീട്ടിലായിരുന്നു ഞാൻ പോയത്. It sticks in your brain, that feeling or that memory follows you even after you've left that person's house. ചുരുക്കി പറഞ്ഞാൽ ആ ഭവനത്തിൽ നിന്ന് വിട്ടു പോന്നു കഴിഞ്ഞാലും എൻ്റെ മനസ്സിൻ്റെ അകത്ത് ആ കുടുംബത്തെ പറ്റിയുള്ള ചിന്ത നിറഞ്ഞു നിൽക്കും. And so that's in a physical sense, but that truth is still true on a spiritual sense. അത് ആത്മീയമായിട്ടുള്ള രീതിയിലും സത്യമായിട്ടുള്ള കാര്യമാണ്. The Believers Assembly of South Florida is a body, it is a family. നമ്മൾ അറിയുന്ന പോലെ ബിലീവേഴ്സ് അസംബ്ലി ഓഫ് സൗത്ത് ഫ്ലോറിഡ അതൊരു കുടുംബമാണ്. But this body is made up of individual families. ഈ കുടുംബം രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അനേക കുടുംബങ്ങളെ ചേർന്നാണ്. And each individual family has its own aroma, so to speak. ഈ ഓരോ കുടുംബത്തിനും അതിൻ്റെതായിട്ടുള്ള പരിമളമുണ്ട്. Has its identity, a recognizable trait about them. ഓരോ കുടുംബത്തിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവ വൈശിഷ്ട്യം ഉണ്ട്. And so this is the same thing that Paul is here talking about Stephanas, an identity, an aroma that the household of Stephanas is given. ആ സ്തെഫാനോസിന്റെ കുടുംബത്തിന്റെ പരിമളത്തെക്കുറിച്ചാണ് ഇവിടെ ഈ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. He's a household that's doing well in giving the aroma of love. സ്നേഹത്തിന്റെ ആ പരിമളം നൽകുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് സ്തെഫാനാസിന്റെ കുടുംബം. And Paul is ending his letter here by saying that let all that you do be marked in love. All of your relationships should be marked with love. താൻ അവിടെ പറയുകയാണ് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും സ്നേഹത്താൽ ലിഖിതമായിരിക്കട്ടെ എന്ന്. So that when the outside world looks at that church in Corinth, they should see love. കൊരിന്തിലുള്ള സഭയെ പുറത്തുള്ളവർ നോക്കുമ്പോൾ അവിടെ സ്നേഹം കാണപ്പെടണം. When inside of the church in Corinth, when other families are looking at other families, they should see love. അതുപോലെ തന്നെ ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെ ഈ സഭയ്ക്കകത്ത് തന്നെ നോക്കുമ്പോൾ അവരിൽ നമ്മൾ സ്നേഹം കാണണം. It should be an aroma, an identity, a smell that's almost coming off. അത് ആ സ്നേഹത്തിന്റെ പരിമളം നമുക്ക് അനുഭവപ്പെടണം. So strong that it's overflowing, that it's so powerful that you can't escape it. It's so prevalent everywhere. അത് നിറഞ്ഞ് വരുന്ന ഒന്നായിരിക്കണം, കാരണം അതിനെ വിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിനെ വിസ്മരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം. And that feature of love, that is the greatest evidence that Christ has died and been raised from the dead. അതാണ് നമ്മുടെ കർത്താവ് മരിച്ചവനെങ്കിലും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. The loving lifestyle
in an assembly, in individual families, that is the greatest evidence that Christ has died and been raised and is shown in your life. ഒരു പ്രാദേശിക സഭയിലെ സ്നേഹം, അതുപോലെ തന്നെ ആ സഭയിൽ ഉൾപ്പെടുന്ന ഓരോ കുടുംബത്തിലെയും സ്നേഹം, ആ സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്. So if we're talking about the church family, if we're talking about the assembly family, then love is seen through everyone, one person to another. അതുപോലെ നമ്മൾ ഈ പ്രാദേശിക സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സ്നേഹത്തിന്റെ പ്രകടനം ഉണ്ടായിരിക്കണം, അന്യോന്യം നാം സ്നേഹിക്കണം. If we're talking about the individual family, love is seen husband and wife, children to parents, sibling to sibling. അതുപോലെ ഈ പ്രാദേശിക സഭയിൽ ഉൾപ്പെടുന്ന ഇൻഡിവിജ്വൽ കുടുംബത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവിടെയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മക്കളും മാതാപിതാക്കന്മാർ തമ്മിലും സ്നേഹം ഉണ്ടായിരിക്കണം. So it's quite a challenging thought because, like I said, love is not an easy thing to do well. അത് ഞാൻ പറഞ്ഞതുപോലെ അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം സ്നേഹം അത്ര പ്രകടിപ്പിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. But that theme is seen repeatedly here in the book of 1 Corinthians, that love is the remedy to sin and division. എന്നാൽ ആ ഒരു കാര്യം ഈ 1 കൊരിന്ത്യരിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായിട്ട് നാം കാണുകയാണ്. എല്ലാ പ്രശ്നത്തിനെയും പരിഹാരം സ്നേഹമാണ് എന്ന്. So I'd like to explore a little bit into these final paragraphs of how Paul commends these believers. എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് എന്ന് കേൾക്കുവാനായിട്ട് ഞാൻ ഇത് പഠിച്ചു നോക്കി. And so verse 14 says, let all that you do be done in love. 14ാമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെ രേഖപ്പെടുത്തിയ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുകയും. Verse 13 says, be alert, standing firm in the faith, be strong. എന്നാൽ 13ാം വാക്യത്തിൽ ഇതുകൂടെ പറഞ്ഞു, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിർപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ എന്ന്. And love is acted out in a variety of ways. സ്നേഹം പല രീതിയിൽ നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയും. Sometimes we have a misconception of love. I think, of course, the world has a misunderstanding of love, but I think even believers have a maybe misconception about love. സ്നേഹത്തെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണകൾ പുറത്തുള്ള ലോകത്തിനും അതുപോലെ തന്നെ വിശ്വാസികളുടെ ഇടയിലും ഉണ്ടെന്നിരിക്കാം. Love is to be shown in so many different ways, and I think the description that we see from 15 onwards, love is seen through every single action. നമ്മൾ പല രീതിയിൽ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ 15ാമത്തെ വാക്യം മുതൽ നോക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പ്രകടനം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോസ്തലന്റെ ഈ രചനയിലൂടെ. So I just like to focus on a couple of words that describe these commended believers. ഈ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന വിശ്വാസികളുടെ പ്രവർത്തനത്തെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ വായിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. And so what is the first description that we see about this commended household of Stephanas? What would you say is the first description about them, the first good thing that we see about them? ഈ സ്തെഫാനോസിന്റെ കുടുംബത്തെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആദ്യത്തെ കാര്യം എന്താണ്? It's in verse 15 itself. അത് 15ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. Does anyone like to answer? They have devoted themselves for ministry. Even before that, there's a phrase that he describes. First fruits, yes. അവിടെ നമ്മൾ ആദ്യ ഫലം എന്ന് വായിക്കുകയാണ്. First fruits. So the first description, the first thing that Paul is describing about Stephanas is that he is first fruits. Him and his household are the first fruits. അപ്പോൾ സ്തെഫാനോസിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ആദ്യ ഫലം എന്നാണ്. കായയിലെ ആദ്യ ഫലമാണ് ആ കുടുംബം എന്നാണ്. And what's first fruits? എന്താണ് ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ? Different translations in English use the word converted. ഇംഗ്ലീഷിലുള്ള പല ട്രാൻസ്ലേഷനും അത് പരിവർത്തനം ചെയ്യപ്പെട്ട എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. Converted or maybe the word believers. അത് വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ വിശ്വാസികൾ എന്ന് പറയുന്നുണ്ട്. So the identifying characteristic that Paul describes this commended household is that they are a converted people, believing people. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ആദ്യ ഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ സ്തെഫാനോസിന്റെ കുടുംബം അവര് ശരിക്കും രക്ഷിക്കപ്പെട്ടവരായിരുന്നു എന്നാണ്. He doesn't say that they're just church-going people. അവർ പള്ളിയിൽ പോകുന്നവർ മാത്രമല്ലായിരുന്നു. He doesn't even say that they're Christians or their religion is Christianity. അവര് ക്രിസ്തീയ സഭകൾ അല്ലെങ്കിൽ ക്രിസ്തീയ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടവരെന്നല്ല അവിടെ പറയുന്നത്. He doesn't say they have a good reputation, they do good things. അവർ നല്ല രീതിയിൽ ചെയ്യുന്നു, നല്ല റെപ്യൂട്ടേഷൻ അവർക്കുണ്ട് എന്നല്ല പറയുന്നത്.
none of those things are important. അതൊന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. The primary and important thing that Paul says about them is that they are a converted people. എന്നാൽ അവര് മാനസാന്തരപ്പെട്ട ആളുകളായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So, what should we take away from that? അതിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുവാനായിട്ട് കഴിയുന്നത്? In our own houses, are we known as a converted group? നമ്മുടെ വീടുകളിൽ നമ്മൾ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ പരിവർത്തനത്തിന്റെ അനുഭവത്തിൽ വന്നവരാണ് എന്നറിയപ്പെടാറുണ്ടോ? That doesn't mean we have to be perfect. That's not what I'm saying. നമ്മൾ പൂർണ്ണരായിരിക്കയില്ല. അതിനെപ്പറ്റി കുറിച്ചല്ല ഞാൻ പറയുന്നത്. But do you notice that but the question is, do you notice a change? ഞാൻ പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളതാണ്. Conversion means that there was an old way and there's a new way. മാനസാന്തരം അല്ലെങ്കിൽ ഒരു കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് വേറൊരു ജീവിതമുണ്ട്. It's not an overnight process. അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. But there is a change when you look from one point in time to another point in time. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഒരു സന്ദർഭത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള സന്ദർഭത്തിലേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു മാറ്റം. He says of the household of Stephanas, they are converted. അപ്പോൾ സ്തെഫാനോസിന്റെ കുടുംബത്തെക്കുറിച്ച് താൻ ഇവിടെ പറയുന്നത് അവർക്ക് അങ്ങനെ മാനസാന്തരം വന്നവരായിരുന്നു, മാറ്റം വന്നവരായിരുന്നു. Thankfully, we have the history of that documented in Scripture. പുസ്തകത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ വചനമുണ്ട്. The early church, even the first believers of Corinth, we see the history of that in Acts chapter 18. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്, ആദിമ വിശ്വാസികൾ എങ്ങനെയായിരുന്നു എന്ന്. So let's turn to Acts 18 just for a little bit to understand how did Stephanas and his household become these first believers. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിഞ്ഞ് ഈ സ്തെഫാനോസിന്റെ കുടുംബം എങ്ങനെയാണ് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ മാറ്റത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. So Acts chapter 18, we see the apostle Paul is there. He arrives in Corinth and he is preaching the gospel to the Jews there. അവിടെയുള്ള യഹൂദന്മാരോട് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മുടെ കാണുകയാണ്. He's in the synagogue and he's reasoning with the Jews and the Greeks. അവന് സിനഗോഗിൽ പോയി അവര് താന് യഹൂദന്മാരോടും അതുപോലെ യവനന്മാരോടും താന് സംവാദിക്കുന്നത് നാം കാണുകയാണ്. And he's trying to persuade them about who Jesus Christ is. അവരോട് കർത്താവ് ആരാണ് എന്ന് താൻ സ്ഥാപിക്കുകയാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് സംവാദിക്കുന്നത് നാം കാണുന്നു. But of course, them being Jews, they wouldn't agree with it. They wouldn't accept it as truth. യഹൂദന്മാരായതുകൊണ്ട് പൗലോസ് പറയുന്നതിനോട് അവർ ഒരിക്കലും യോജിച്ചില്ല. They resisted it and they blasphemed Paul and his message. അവര് പൗലോസിനെ പരിഹസിച്ച് സംസാരിച്ചു. And the people there in Corinth, they had all types of beliefs. They had all types of gods. They created gods in their own mind. അന്ന് കൊരിന്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അനേകമായിട്ടുള്ള ദൈവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അനേകമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. But Paul is there and he's continuing to speak with them. He's continuing to persuade them. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവരുമായിട്ട് സംസാരിക്കുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. And eventually it gets to the point where the disagreement is so strong. Paul in chapter 8, Acts 18 verse 6, he says, "But when they resisted and blasphemed, he shook out his garments and said to them, 'Your blood be on your own hands. I am clean. From now on I will go to the Gentiles.'" അവരുടെ എതിർപ്പ് അത്ര ഭയങ്കരമായിരുന്നു. കാരണം 6-ാം വാക്യത്തിൽ, അതായത് 18-ാം അധ്യായത്തിന് 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞ് നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറയുന്നതായിട്ട് നാം കാണുകയാണ്. So Paul leaves that synagogue. He goes next door to another house, house of Mantichius Justus. അങ്ങനെ പൗലോസ് ആ സിനഗോഗിൽ നിന്ന് പോയി അടുത്ത ഭവനത്തിലേക്ക് കടക്കുന്നു. And in this other house next door, some others come by, including one man named Crispus. യുസ്തോസ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ പോയി അവിടെ ചില ആൾക്കാരൊക്കെ കൂടി അവിടെ പള്ളിപ്രമാണിയായ ക്രിസ്പോസും കടന്നു വരുന്നതായിട്ട് നാം കാണുകയാണ് അതിന്റെ 8-ാം വാക്യത്തില്. In verse 8 we see that Crispus believed in the Lord. ആ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു എന്നാണ്. Not only him, but him and many Corinthians. അവിടെ വായിക്കുന്നു, അദ്ദേഹം മാത്രമല്ല കൊരിന്ത്യയിലുള്ള അനേകരും വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റു എന്ന് നാം വായിക്കുന്നുണ്ട്. And so Stephanas, being the first fruits of this church,
he was one of these believers here. ഇപ്പൊ സ്തെഫാനോസ് അഖായയിലെ ആദ്യ ഫലം എന്ന് രേഖപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ താനും അവിടെ ആദ്യമായിട്ട് കടന്നു വന്ന വിശ്വാസികൾ ഉൾപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. So Stephanas was someone who believed not because he just heard one word and he said a phrase. സ്തെഫാനോസ് വചനം കേട്ട് വിശ്വസിച്ചു. So Stephanas didn't just say a prayer and say I'm a Christian now. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുകയല്ല ചെയ്തത്. For Stephanas, it was a process of persuasion. അവന് ഒരു പ്രേരണയുടെ ആത്മാവ് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. Paul was reasoning through scripture, through the preaching of the word, showing Stephanas this is the truth of the gospel. അതാണ് നമ്മൾ മുമ്പുള്ള വാക്യങ്ങൾ വായിച്ച് അപ്പോസ്തലനായ പൗലോസ് പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തെളിയിച്ചുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയുകയായിരുന്നു. അത് സ്തെഫാനോസ് അംഗീകരിച്ചു. So in order to be a converted house, you must be a house that's willing to reason. അവൻ മാനസാന്തരപ്പെട്ട അല്ലെങ്കിൽ അവനെ കൺവേർട്ട് ചെയ്ത ഒരു കുടുംബമായതുകൊണ്ട് അവൻ ചിന്തിച്ചിട്ടാണ്, അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ചിന്തിച്ച ബോധ്യം വന്നിട്ടാണ് അവൻ കടന്നു വന്നത് നമുക്ക് അനുമാനിക്കാം. If you want to be a converted house, you have to be a place that's willing to persuade the others in your house. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. How often are we willing within our own families to have a persuasive discussion with one another? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേരണയുടെ കർത്താവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ വിശ്വാസത്തെ കുറിച്ചുള്ള പ്രേരണയുടെ ആത്മാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എത്ര സംസാരിക്കാറുണ്ട്? From parent to child, do we just say, hey, you believe what I tell you to believe and that's it? സാധാരണ രീതിയിൽ ഇന്ന് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കളോട് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും വിശ്വസിക്കണം എന്ന് പറയുക മാത്രമാണ് ചെയ്യാറുള്ളത്. That won't work nowadays. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് ഒരിക്കലും പ്രാവർത്തിക വിധത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. If one has a question or is not understanding, you should be willing to reason, to discuss these things. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ ആയിരിക്കരുത്. മാതാപിതാക്കൾ എൻ്റെ വിശ്വാസം നീയും വരണമെന്ന് മക്കളോട് പറയുന്നതിനേക്കാൾ കാര്യമായിട്ട് വിശ്വാസം എന്താണെന്ന് അവരോട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. There should be a healthy persuasion and discussion happening. ആ രീതിയിൽ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു സമീപനം അവിടെ ഉണ്ടാകണം. And the goal should not be to win some argument. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞ് വിജയിച്ചു എന്നുള്ളതായിരിക്കരുത്. But the goal should be that the person would be converted to the truth. എന്നാൽ സത്യത്തിലേക്ക് ഞാൻ ആരോട് സംസാരിക്കുന്നു, എൻ്റെ മകനായിരിക്കാം മകളായിരിക്കാം, അവർ അത് വിശ്വസിക്കണം എന്നുള്ളതായിരിക്കും. Believing in the gospel സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് and having a change of heart. അവരുടെ ഹൃദയത്തിന് വരുന്ന മാനസാന്തരം രൂപാന്തരം. So that when the outside world looks, they will see a converted person, a converted house. അങ്ങനെ വരുമ്പോൾ പുറത്തുള്ള ആൾക്കാരെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ അവര് രൂപാന്തരപ്പെട്ടവരാണ്, മാനസാന്തരപ്പെട്ടവരാണ് എന്ന് അവർക്ക് അറിയുവാനായിട്ട് കഴിയും. That's a process that takes time. അത് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. These discussions may happen over a long period. Persuasion takes a lot of back and forth. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ സമയമെടുക്കും. But when you circle this thing in love, this persuasion, this discussion in love, that makes it much easier to എന്നാൽ happen. സ്നേഹത്തിലൂടെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് സാധിക്കുവാനായിട്ട് കഴിയും. So make your first priority, your first goal, that your household is known as a house that is converted. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് എടുക്കുക. നിങ്ങളുടെ കുടുംബം അത് രൂപാന്തരപ്പെട്ട ഒരു കുടുംബം ആക്കി തീർക്കുവാനായിട്ട് ശ്രമിക്കുക. And I think this responsibility is for everyone in the house. ഈ ഒരു ഉത്തരവാദിത്വം കുടുംബത്തിലെ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. Not just for parents, not just for kids. മാതാപിതാക്കൾക്ക് മാത്രമുള്ളതല്ല, കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ളതല്ല. Or in the context of the assembly, not just one family or the other family. ഒരു അസംബ്ലിയുടെ സ്റ്റാൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിനു വേണ്ടിയുള്ളതല്ല. No, but everyone has a part to play in this. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഭാഗം ഇതിൻ്റെ അകത്ത് ചെയ്യുവാനായിട്ടുണ്ട്. We should all ensure that the others inside of our household are converted. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുവാനായിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ എൻ്റെ സഭയിലുള്ള എല്ലാവരും രൂപാന്തരം സംഭവിച്ചവരായിരിക്കണം എന്നുള്ള അറിവും അതിനുവേണ്ടിയുള്ള പരിശ്രമവുമാണ്. And so that not only are we persuading those within, but that the outside world would see into this family, into this household, and they too would be persuaded by this as well. അതിന്റെ ഫലമായിട്ട് പുറത്തുള്ളവരും നോക്കുമ്പോൾ അതെ ഇവർക്കൊരു രൂപാന്തരം സംഭവിച്ചവരാണ് എന്ന് അവരും കാണുകയും അവരും അവരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. And to that end that we labor to show our families as a converted place to this world. അതുകൊണ്ട് ഇതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം.
രൂപാന്തരം സംഭവിച്ച ഒരു കുടുംബമായിട്ട് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് ഓരോ കുടുംബത്തിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. So continuing on here in chapter 16, a next key word that we see describing this household is that they were devoted. 16-ാം അധ്യായത്തിൽ നമ്മൾ തുടരുമ്പോൾ രണ്ടാമത് അവിടെ പറയുന്ന വാക്ക് അവര് ഡിവോട്ടഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവര് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടവരായിരുന്നു എന്ന് കാണാം. And someone mentioned that here. That's a key concept here, that they were, it says, verse 15 says, devoted themselves for ministry to the saints. അവിടെ നമ്മൾ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. So they were converted and they were devoted. അവര് രൂപാന്തരം പ്രാപിച്ചവരായിരുന്നു, അതുപോലെ തന്നെ അവര് സമർപ്പിച്ചവരുമായിരുന്നു. The household of Stephanas understood that conversion was not the end, but it's actually the beginning. സ്തെഫാനോസിന്റെ കുടുംബം ഇങ്ങനെ വിചാരിച്ചു, ഈ രൂപാന്തരം അത് അവസാനമല്ല, എന്നാൽ സമർപ്പണം കൂടി ആവശ്യമാണ് എന്ന്. Because from that point of conversion, that leads you to be devoted. എന്നാൽ ആ രൂപാന്തരത്തിൽ നിന്ന് സമർപ്പണം കടന്നു വരേണ്ടതായിട്ടുണ്ട്. When we read back at Acts chapter 18, വീണ്ടും നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ Acts chapter 18, starting at verse 11, 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, and he, Paul, settled there for a year and 6 months, teaching the word of God among them. അങ്ങനെ അവൻ, അതായത് പൗലോസ്, ഒരാണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു എന്ന്. So Paul has started the church there in Corinth, and he stays for 18 months teaching them the word. അങ്ങനെ നാം മനസ്സിലാക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ആണ് ഈ കൊരിന്ത് സഭ സ്ഥാപിച്ചത്. താൻ അവിടെ 18 മാസം താമസിച്ചതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 18 months is a long time, right? 18 മാസം എന്ന് പറയുന്നത് വളരെ ദീർഘമായിട്ടുള്ള ഒരു കാലയളവാണ്. But there must have been a lot of questions, a lot of things to be taught to these new believers. ഈ വിശ്വാസികൾക്ക് അനേകമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. Paul himself was there teaching them, showing them how to obey the Lord better now that they have a new life, a new heart. ഈ അപ്പോസ്തലനായ പൗലോസ് തന്നെ അവരോട് കർത്താവിൽ വിശ്വസിക്കുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് പുതിയ സൃഷ്ടിയായിട്ടുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തന്നെ അവരെ പഠിപ്പിക്കുന്നതായിട്ട് നാം കാണുകയാണ്. There are people that are converted now, they're questioning Paul, hey, how do we be devoted unto you, unto the Lord? അവിടെ രൂപാന്തരപ്പെട്ട ആൾക്കാരെ കാണുന്നുണ്ട്. ആ രൂപാന്തരപ്പെട്ട ആൾക്കാരെ എങ്ങനെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്യണം എന്നതിനെ കുറിച്ച് അപ്പോസ്തലൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. So devotion wasn't an option. അതുകൊണ്ട് സമർപ്പണം എന്നുള്ളത് അത് വേണമെങ്കിൽ ആകാം എന്നുള്ള ഒരു കാര്യമല്ല. Sometimes we think, I want to be converted, but I don't really care about devotion. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, രൂപാന്തരം സംഭവിക്കണം, എന്നാൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന്. I'm converted, but I don't, devotion's not too important. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവനാണ്, പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. Well, if there's in a conversion without devotion is almost like a marriage that happens and there's no interest in the spouse. അതായത് സമർപ്പണമില്ലാത്ത ഒരു രൂപാന്തരം എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്ത ഒരു ഇണയോട് കൂടെ താമസിക്കുക എന്നുള്ളതാണ്. Could you imagine if a man and a woman get married and then at the end of the marriage the guy's like, yeah, well, you can go, I have things to do, I'll see you later. ഒരു രണ്ട് ആൾക്കാർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. വിവാഹത്തിന് ശേഷം ഒരാൾ മറ്റേയാളോട് പറയണ, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ പോയിക്കൊള്ളുക എന്ന് പറയുക. No, that's the point of the honeymoon, right? There's a celebration of joy that is seen after the marriage. എന്നാൽ കല്യാണത്തിന് ശേഷം ഒരു ഹണിമൂണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണേണ്ടതായിട്ടുണ്ട്. The man and the wife, they are excited, happy to be part of this new union, and they're desiring to be together. വിവാഹത്തിന് ശേഷം മനുഷ്യനും അവന്റെ ഭാര്യയും അവരെ സന്തോഷവാന്മാരായിരിക്കണം. Desiring to be devoted to one another. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്യണം. So if you can say that you're converted but not devoted, it's questionable about whether there was a conversion. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, എനിക്ക് രൂപാന്തരം സംഭവിച്ചതാണ്, പക്ഷേ എനിക്ക് സമർപ്പിക്കപ്പെടുവാനായിട്ട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയ അർത്ഥമില്ല. So the question is, what is devoted? What's devotion mean? അപ്പോൾ ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. It means that there is a commitment. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു സമർപ്പണം, a desire to do what must be done. എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുവാനായിട്ടുള്ള എൻ്റെ മനസ്സിന്റെ ചെയ്യുവാനായിട്ടുള്ള എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ചെയ്യുവാനായിട്ടുള്ള എൻ്റെ പ്രതിബദ്ധത. No matter the cost or the difficulty, you are committed to doing what needs to be done no matter. എന്തെല്ലാം പ്രയാസങ്ങൾ അതിനകത്ത് വന്നാലും ഞാൻ അത് ചെയ്യും എന്നുള്ള ആ തീരുമാനം. And devotion happens in relation to something else. You are devoted
to something, right? സമർപ്പണം എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്? ഏതിനോടാണോ നാം സമർപ്പിക്കപ്പെട്ടത് അതിനോടുള്ള ബന്ധത്തിലാണ് ഉണ്ടാകുന്നത്. In verse 15 says they are devoted to ministry to the saints. ഇവിടെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു എന്നാണ്. Ministry to the saints, what is that? വിശുദ്ധന്മാരുടെ ശുശ്രൂഷ എന്താണത്? Another word for ministry is service. ശുശ്രൂഷ എന്നുള്ളതിന്റെ വേറൊരു അർത്ഥം പറയുകയാണെങ്കിൽ അത് സേവനം എന്നാണ്. Sometimes we say the word ministry and we think, oh, he is going to ministry. He is becoming a full-time work or something like that. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ഫുൾ ടൈം മിനിസ്ട്രിയിലേക്കുള്ള ഒരു ശുശ്രൂഷകന്റെ ജോലിയാണ്. But ministry is a work that all believers must do. എന്നാൽ ഈ ശുശ്രൂഷ എല്ലാവരും ചെയ്യേണ്ട ഒരു സേവനമാണ്, എല്ലാ വിശ്വാസികളും ചെയ്യേണ്ട സേവനമാണ്. Man, woman, young or old, we all should have a ministry. പുരുഷൻ, സ്ത്രീ, പ്രായമായവര്, അല്ലാത്തവർ എല്ലാവരും ചെയ്യേണ്ട ഒരു ശുശ്രൂഷ, സേവനം. And we should be devoted to doing that, to serving the saints. അത് ചെയ്യുവാനായിട്ട് നമ്മൾ എല്ലാവരും സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം, വിശ്വാസികളുടെ സമർപ്പണം. That's all ministry is. Ministry just means service. അപ്പം ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് സേവനമാണ്. So we shouldn't just say that, oh, the person who is on the pulpit speaking, that's the minister, that's the person giving ministry. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയരുത്, ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന അയാളാണ് ശുശ്രൂഷ ചെയ്യുന്നത് എന്ന്. No, but the person who serves his brother, who serves his sister, that is the person who's really in ministry. എന്നാൽ സഹോദരിയെ സേവിക്കുന്ന അയാളും ശുശ്രൂഷ തന്നെയാണ് ചെയ്യുന്നത്. So again, we see that the household of Stephanas is devoted to doing that. They're devoted to serving their fellow believers. സ്തെഫാനോസിന്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് അവര് വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരുന്നു എന്നാണ്. And this devotion to ministry, it's a revelation of their desire to love one another in that ഈ സമർപ്പണം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാം. The love is what motivates them to be converted, and it's the love that motivates them to serve other people. ഈ സ്നേഹമാണ് ഈ സമർപ്പണത്തിലേക്ക് ഓരോ വ്യക്തിയെയും നയിക്കുന്നത്. So again, this applies to individual families and the church family. So ഞാൻ പറഞ്ഞ പോലെ ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തി കുടുംബങ്ങൾക്കും സഭയ്ക്കും പൊതുവായിട്ട് ബാധകമാണ്. Within our individual families, we must all ask ourselves, how are we devoting ourselves to ministry? How are we serving one another? നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ മറ്റുള്ളവരോട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്? In the context of the church, how are we serving other people? സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ഞാൻ സേവനം ചെയ്യുന്നത്? There's no excuse that we can give and point fingers and say, so and so is not doing that, so that's why I'm not. ഒരാളെ നമ്മൾ വിരൽ ചൂണ്ടി ഇദ്ദേഹം ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനും ചെയ്യാത്തതെന്ന് ഒരിക്കലും പറയുവാനായിട്ടുള്ള റൈറ്റ് നമുക്കില്ല. What's the context that Stephanas is in? He's actually in a very sinful, difficult body there in Corinth. ഈ സ്തെഫാനോസിന്റെ സാഹചര്യത്തെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കുക. താൻ അവിടെ ഏറ്റവും പാപത്തിന്റെ നടുവിലുള്ള ഒരു ജീവിതമാണ് അവിടെ. Yet despite being in such a place with all of these evil things going on, Stephanas is still known as being a household that serves other believers. ഇങ്ങനെയുള്ള വളരെ പ്രശ്നങ്ങളുടെ പാപത്തിന്റെ ഒക്കെ നടുവിലാണ് ഈ കുടുംബം കഴിയുന്നത് എങ്കിലും ഈ കുടുംബം എങ്ങനെയുള്ള കുടുംബമായിരുന്നു? ഈ കുടുംബം രൂപാന്തരം വന്ന കുടുംബവും അതുപോലെ തന്നെ സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബവുമായിട്ട് നമ്മൾക്കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. Wouldn't it be very easy for Stephanas to give an excuse? He would say, oh, look at all these these evil things happening at the church. I'm not gonna do anything in ഒരു പക്ഷേ സ്തെഫാനോസിന് പറയുന്നു, ഞാൻ കൂടി വരുന്ന ഈ ചർച്ചിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുകയാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് എനിക്ക് പറയാമായിരുന്നു. He didn't give any such excuse. എന്നാൽ അങ്ങനെയുള്ള ഒരു ന്യായീകരണവും താൻ പറഞ്ഞില്ല. He did what needed to be done. Him and his household all did what needed to be done. തന്റെ കുടുംബത്തിന് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമാണ് താൻ ചെയ്തത്. So that's true even in our individual families. We cannot give an excuse to say that another person in our family acts like this, so that's why I must act sinfully. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും നമുക്ക് ഇങ്ങനെ പറയാൻ പാടില്ല, വേറൊരാൾ ചെയ്യാഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന്. But we're left with no excuse of how we should act. നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, അവിടെ നമുക്ക് യാതൊരു വിധമായിട്ടുള്ള എക്സ്ക്യൂസും ലഭിക്കുവാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ചോദിക്കുവാനായിട്ട് പാടില്ല. We should minister to others in our household and be devoted to that. മറ്റുള്ളവരെ നമ്മൾ സേവിക്കണം, നമ്മൾ സമർപ്പിക്കണം. We should be dedicated to it for love's sake. നമ്മൾ സ്നേഹപരവശരായിരിക്കണം. If you read in the King James version, another word that they use for devoted is addicted. കിങ് ജെയിംസ് വേർഷനിൽ
ഈ സമർപ്പണം എന്നുള്ള വാക്കിൻ്റെ വേറെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അഡിക്റ്റഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹാബിച്വൽ അടിമ. Yeah, so they were addicted to it because what happens with an addiction, you start with having a little bit of it, and then you suddenly want more and more, and you keep wanting it. അപ്പോൾ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആദ്യം ഒന്ന് തുടങ്ങും, പിന്നെ അതിനോട് അങ്ങ് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് അഡിക്ഷൻ. It was a habitual action that they devoted themselves to ministry. ശരിക്കും പറഞ്ഞാൽ അതൊരു ഹാബിറ്റ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ മാറുകയാണ്. So there were people who were converted, and that conversion did not end there, but it led to a lifestyle of devotion, all in that household. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ഒരു രൂപാന്തരം സംഭവിക്കുകയാണ്. ആ രൂപാന്തരം അവിടെ കൊണ്ട് പര്യവസാനിക്കുന്നില്ല, പ്രത്യുത അത് പൂർണ്ണമായിട്ടും ഒരു സമർപ്പണത്തിലേക്ക് നീങ്ങുന്നു. So the next word I'd like to focus on, just quickly for the next couple of minutes, would be on the word refresh. അതിന് ശേഷമുള്ള മൂന്നാമത്തെ വാക്ക് എനിക്ക് പറയുവാനായിട്ടുള്ളത് നമ്മൾ Verse 18 says, "For they have refreshed my spirit." അവിടെ നമ്മൾ വായിക്കുന്ന 18-ാം വാക്യത്തിൽ വായിക്കുന്നത് എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ എന്നാണ്. For they have refreshed my spirit and yours. എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. Describing this commendable household, he says that they are people who are refreshing. അപ്പോൾ അവിടെ നാം വായിക്കുന്നത് ആളുകൾ തണുപ്പിക്കുന്നത്, അതായത് അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ്. We are all in need of refreshment. നമ്മളെല്ലാവരും ഒരു തണുപ്പിന്റെ ആവശ്യത്തിലാണ്. When you're out on a hot day and you're just thirsting, the best thing you can have is a little bit of refreshment. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും നമുക്ക് ദാഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമായിട്ടിരിക്കുന്നത് കുടിക്കുവാൻ എന്തെങ്കിലുമാണ്. A commendable thing for this household, for these believers, was that there are people who are refreshing others. ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തണുപ്പിക്കുന്നവർ ഈ കുടുംബത്തിലുണ്ട് എന്നുള്ളതാണ്. Within our families, are we refreshing those others in our household? നമ്മുടെ ഒക്കെയും കുടുംബത്തിൽ നമ്മൾ മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരാണോ? Kids, have you ever thought to find out a way to be a refreshing spirit to your parents? എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് തണുപ്പ് കൊടുക്കുന്ന ആത്മാവിൽ പ്രവർത്തിക്കുവാനായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? Is there something you could do to help them where they have all these difficulties, tiredness, hardships? Is there something you could do to refresh their spirits? മാതാപിതാക്കൾ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ അവരുടേതായിട്ടുള്ള ആ പ്രയാസങ്ങൾ അവരെ ഒന്ന് തണുപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. In the context of the assembly, is there a way that one family could be a refreshment to another family who's struggling? സഭയോടുള്ള ബന്ധത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് പ്രയാസത്തിൽ പോകുന്ന ഒരു കുടുംബത്തെ നമുക്കൊന്ന് തണുപ്പിക്കുവാനായിട്ട് കഴിയുമോ? Refreshment is a need that all of us have, and it's something that all of us can give to one another. നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ തണുപ്പിക്കുന്ന അവസ്ഥ. അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. The last word I'll mention just quickly, due to the lack of time, is at the end of verse 18, he says, "Therefore acknowledge such men." 18-ാം വാക്യത്തിന്റെ അവസാനം നാം വായിക്കുന്നത് ഇങ്ങനെയുള്ളവരെ മാനിച്ചു കൊള്ളുവീൻ എന്ന് നാം വായിക്കുകയാണ്. Acknowledge. മാനിക്കുക. What is acknowledgement? എന്താണ് മാനിക്കുക, മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ? Acknowledgement is when you commend someone, you bring them up as a point of an example, a good example. മാനിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ബഹുമതി കൊടുക്കുക, അതാണ് മാനിക്കുക. You point them out and say, "This is a great thing that so and so has done." ഈ ഒരു കാര്യം ഇന്നയാള് ചെയ്തത്, അതിനുള്ള ഒരു ബഹുമതി. And that person may not deserve it. Nobody is entitled to acknowledgement. ഒരുപക്ഷെ ആരും ആ ഒരു അക്നോളജ്മെന്റിന് എലിജിബിൾ അല്ലായിരിക്കാം. But even though they may not be entitled to it, that doesn't mean that we shouldn't give it. അങ്ങനെ എലിജിബിൾ അല്ലെങ്കിലും അത് കൊടുക്കാതിരിക്കാനായിട്ട് നാം ഒരിക്കലും ശ്രമിക്കരുത്, നമ്മളത് കൊടുക്കണം. So again, in the context of your individual families, നിങ്ങളുടെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടുള്ള കുടുംബത്തിനോടുള്ള ബന്ധത്തിൽ, husbands to wives, do you acknowledge your spouse? ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം അവര് മാനിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാനിക്കണം. Parents to kids or kids to parents, do you acknowledge when someone has done something great or something of service for the Lord or for you? അതുപോലെ തന്നെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളോടും കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോടും പെരുമാറുമ്പോൾ അവരും അന്യോന്യം കാര്യങ്ങളെ അവര് മാനിക്കുകയും ബഹുമാനം കൊടുക്കുകയും വേണം. Acknowledge one another for the good that they have done. അവർ ചെയ്തതിനെ കുറിച്ച് അവരെ മാനിക്കുക, അവരെ മാനിക്കുക. It would be a blessing for you and for the other person. അത് നിങ്ങൾക്കും അതുപോലെ മറ്റേ ആൾക്കും അതൊരു അനുഗ്രഹമായിരിക്കും. So I'd like to just close here, and just this is just a short meditation on some of the closing thoughts here in 1 Corinthians. കൊരിന്ത്യ ലേഖനത്തിലെ അവസാനത്തെ അധ്യായത്തിലുള്ള ചില ചിന്തകളാണ് ഞാൻ പങ്കുവച്ചത്. But there's a lot to be learned here about these commended saints
there at the final verses here. ഇവിടെ എടുത്തു പറയുന്ന വിശുദ്ധന്മാരെ പറ്റിയുള്ള കാര്യങ്ങളിൽ അനേകം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. And the number one description of them, the first priority is that they are converted. ഒന്നാമത്തെ അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം അവരെ രൂപാന്തരം സംഭവിച്ചവരായിരിക്കണം. I pray that is all of our number one priority. പ്രിയമുള്ളവരെ, നമ്മുടെയും എല്ലാം ആദ്യത്തെ ജീവിതത്തിലെ പ്രാധാന്യം നമ്മൾക്കുള്ള രൂപാന്തരമായിരിക്കട്ടെ. Do we care about the conversion of our household as much as we care about our kids' grades or studies? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗ്രേഡ്, അതുപോലെ തന്നെ അവരുടെ പഠനം, അതിന് അത്രയും എങ്കിലും ഒരു പ്രാധാന്യം ഈ രൂപാന്തരത്തിന്, കുഞ്ഞുങ്ങളുടെ രൂപാന്തരത്തിന് നമ്മൾ കൊടുക്കാറുണ്ടോ? We would never say, you don't have to study, studying is not important. No one would ever say that. നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളോട് പറയാലോ, നീ അത് പഠിക്കേണ്ട, നിന്റെ പഠിത്തം വലിയ പ്രാധാന്യമുള്ളതൊന്നും അല്ല എന്ന്. But do we ever focus on the conversion of the children? എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ രൂപാന്തരത്തെക്കുറിച്ച് എത്രമാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്? Take the time to persuade, to help them understand the truth of the gospel. An example seen in our own lives or seen in scriptures. അവരുടെ ജീവിതത്തിൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവരെ പ്രേരിപ്പിക്കുവാനും നാം സമയമെടുക്കുക. Or kids, if you have siblings, are you concerned about your brothers or your sisters that they may be converted? അതുപോലെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്കും ഈ രൂപാന്തരത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. What's the example that you give when they look at your life or the things that you're doing and saying and thinking? നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ നോക്കുമ്പോൾ എന്താണ് നിങ്ങൾ അവരിലേക്ക് പകരുവാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് ഓർക്കുക. Love them and ensure that they are converted. അവരെയും സ്നേഹിക്കുക, അവരും രൂപാന്തരപ്പെടുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക, ശ്രമിക്കുക. And devotion. Let's ensure that it does not just end with conversion, but it continues on to ഒരു devotion. രൂപാന്തരത്തിൽ മാത്രം അവസാനിക്കുന്നതല്ല, പ്രത്യുത പൂർണ്ണമായ ഒരു സമർപ്പണത്തിലേക്ക് അത് കടന്നു വരട്ടെ. That we don't just want a ticket to heaven and to sit with an easy life. No. We don't want just a simple ticket to heaven and that's it. സ്വർഗ്ഗത്തിൽ പോവുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരിക്കരുത് നമ്മുടേത്. But our conversion should lead to a devotion to ministry, to service. ദൈവ ശുശ്രൂഷയിലേക്കുള്ള ഒരു സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. And again, the service should be something that is refreshing to the saints. അത് വിശ്വാസികൾക്ക് തണുപ്പ് കൊടുക്കുന്ന ഒന്നായിരിക്കണം. A refreshment to the spirit of others. മറ്റുള്ളവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നതായിരിക്കണം. And lastly, we should be acknowledging of others who are doing well. നമ്മൾ അന്യോന്യം മാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ചെയ്യണം. Hope that these words would be encouraging to you all. ഈ വാക്ക് നമുക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായിരുന്നു, എൻകറേജിംഗ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. And just again, ask that you would remember me in your prayers. Our family will be heading out to Michigan this Thursday. നിങ്ങൾ തുടർന്നും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. ഞങ്ങളുടെ കുടുംബം ഈ വ്യാഴാഴ്ച മിച്ചിഗണിലേക്ക് പോവുകയാണ്. And just pray for ourselves and also the many others who will be traveling. യാത്ര ചെയ്യുന്ന എല്ലാവരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ, ഞങ്ങളെയും. So thank you all.